നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഇതിന് വേദി ഒരുക്കി തന്ന ലയൺസ് ക്ലബ് ഓഫ് ചേംബറിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. 20-ാം തീയതി വരയ്ക്കാണ് നമുക്ക് ഇവർ ഡേറ്റ് തന്നത്. പക്ഷേ ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ലയൺസ് ക്ലബ് ചേംബർ പാലക്കാടിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞാനും അതിലൊരു മെമ്പറാണ്, എങ്കിലും ഞാൻ ന്യൂ മെമ്പറാണ്. എനിക്ക് മുന്നിലുള്ള ആൾക്കാരെ ഞങ്ങളിത് വഴികാട്ടിയാണ്. അപ്പോൾ ഞങ്ങൾ ഇതിൽ തുടർന്ന് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഇതേമാതിരിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യും. ഇതേമാതിരിയുള്ള നല്ല നല്ല കാര്യങ്ങൾ പല സംഘടനകളും ചെയ്യുന്നുണ്ട്. പക്ഷേ ലയൺസ് ക്ലബ്ബോളം വരില്ല. ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന പാലക്കാട് ലയൺസ് ക്ലബ് ചേംബർ. ഞാനിപ്പോൾ അവരുടെ 2 പ്രോഗ്രാമായി പങ്കെടുക്കുന്നു. വളരെ നല്ല ഊർജ്ജസ്വലരായ പ്രവർത്തകരാണ് ഞങ്ങൾ. അകത്തേത്തറ NSS HS വിദ്യാർത്ഥികൾക്കായി സൗജന്യ നേത്രചികിത്സാ ക്യാമ്പ് നടത്തി. അകത്തേത്തറ ലയൺസ് ക്ലബ്ബ് പാലക്കാട് ചേംബർ, ട്രിനിറ്റി കണ്ണാശുപത്രി, അകത്തേത്തറ NSS HS PTA കമ്മിറ്റി എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി സൗജന്യ നേത്രചികിത്സാ ക്യാമ്പ് നടത്തി. ലയൺ P. ബൈജു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് P. സന്തോഷ് കുമാർ അധ്യക്ഷനായി. NSS താലൂക്ക് യൂണിയൻ സെക്രട്ടറി N. കൃഷ്ണകുമാർ മുഖ്യ അതിഥിയായി. പ്രിൻസിപ്പൽ M. രജനി, ചാർട്ടർ പ്രസിഡന്റ് R. ബാബു സുരേഷ്, പ്രോഗ്രാം കോർഡിനേറ്റർ മനോജ് കുമാർ, മെൻറ്റർ പുരുഷോത്തമൻ, ഡയറക്ടർ R. ശ്രീകുമാർ, സീനിയർ വൈസ് പ്രസിഡന്റ് റോഷൻ അലക്സ്, PTA കമ്മിറ്റി അംഗങ്ങളായ മണികണ്ഠൻ, അജിത്ത്, അംബിക വർമ്മ, സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ലത T. നായർ എന്നിവർ സംസാരിച്ചു. കന്നഡ ആവശ്യമുള്ള കുട്ടികൾക്ക് ലയൺസ് ക്ലബ്ബ് സൗജന്യമായി കന്നഡ നൽകുമെന്നതാണ് ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത് എന്ന് ലയൺ P. ബൈജു ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ലെന്നും കണ്ണില്ലാത്തപ്പോഴാണ് അതിൻ്റെ വില മനസ്സിലാക്കുക എന്നും N. കൃഷ്ണകുമാർ മുഖ്യ പ്രസംഗത്തിൽ പറഞ്ഞു. നമ്മൾ എപ്പോഴാണ് ഡോക്ടറെ അടുത്ത് പോവുക? എപ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണാൻ പോവുക? പനി വരുമ്പോൾ. പനിയല്ല, നമുക്ക് തീരെ വയ്യാതെ ആകുമ്പോഴേ ഡോക്ടറെ അടുത്ത് പോകുള്ളൂ. നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കണ്ണ് എന്ന് പറയുന്നത്. അത് നമുക്കുള്ളത് കൊണ്ട് അതിൻ്റെ വില എന്താണെന്ന് അറിയില്ല. അത് നഷ്ടപ്പെടുമ്പോഴേ നമുക്കതിൻ്റെ വില അറിയുള്ളൂ. നമ്മൾ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, കണ്ണുണ്ടാകുമ്പോൾ കാഴ്ചയില്ല എന്ന് പറഞ്ഞതുപോലെ, അത് നഷ്ടപ്പെടുമ്പോഴേ നമുക്കറിയുള്ളൂ. അപ്പോൾ ഇന്ന് പല തരത്തിലുള്ള ജീവിത ശൈലി രോഗങ്ങൾ നമ്മൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ടെക്നോളജി എത്രത്തോളം മുന്നോട്ട് പോകുന്നോ അത്രത്തോളം ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ട്. കാരണം ഇന്ന് നമ്മുടെ കണ്ണിൻ്റെ അസുഖത്തിൻ്റെ പ്രധാന വില്ലനായിട്ട് നമ്മൾ കാണുന്നത് കമ്പ്യൂട്ടറും അല്ലെങ്കിൽ മൊബൈലും ഒക്കെ തന്നെയാണ്. കൂടുതൽ സമയം നമ്മളതിൽ ചെലവഴിക്കുകയും നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ കൊടുക്കുകയും അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലെ ഭക്ഷ്യരീതി അല്ലെങ്കിൽ ജീവിത ശൈലി ഇതൊക്കെ തന്നെയാണ് നമ്മൾ അഫക്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സമയബന്ധിതമായിട്ട് ചികിത്സ കൊടുക്കുകയാണെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് കുട്ടികൾ ഇതെല്ലാം എന്താ പറയുക, കണ്ണൊന്ന് പരിശോധിക്കണം. അത് അവർ പറയുന്ന മുറക്കി ആശുപത്രിയിൽ ചെന്നാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ അത് പരിശോധിക്കണം. ഇല്ല, ഇത്തരത്തിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കപ്പെട്ടെന്ന് നിങ്ങൾക്കൊരു ബ്രോഷർ, പ്രിസ്ക്രിപ്ഷൻ പോലെ ഒരു കുറിപ്പ് എഴുതി തരും. അത് നിങ്ങൾ വീട്ടിൽ കാണിക്കണം, നിങ്ങളുടെ ടീച്ചേഴ്സിനെ കാണിക്കണം. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ കണ്ണട വെക്കണമെങ്കിൽ വെക്കണം. കാരണം 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഞങ്ങൾ സൗജന്യ സംഘടനയായ ലയൺസ് ക്ലബ്ബ് ഏറ്റവും പ്രാധാന്യം കൊടുത്ത് പ്രവർത്തിക്കുന്ന 2-3 മേഖലകളിൽ ഒന്നാണ് നമ്മുടെ നേത്രരോഗവുമായി ബന്ധപ്പെട്ട, കാഴ്ചയുമായി ബന്ധപ്പെട്ട ക്യാമ്പുകൾ സംഘടിപ്പിക്കുക എന്നുള്ളത്. ആ സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ അകത്തേത്തറ NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ ക്യാമ്പ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. നേരത്തെ ഉദ്ഘാടകനൊക്കെ പറഞ്ഞ പോലെ തന്നെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും വളരെ പ്രാധാന്യമുള്ളത് തന്നെ. കാലായാലും കൈയായാലും ഏതവയവം, പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി നമ്മളെപ്പോഴും നമുക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു അവയവമാണ് കണ്ണ്. എൻ്റെ പേരിലും സ്കൂളിൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നീട് ഉദ്ഘാടനം ചെയ്ത ലയൺസ് ക്ലബിൻ്റെ പ്രതിനിധി, ഒപ്പം അവരുടെ ധാരാളം പ്രതിനിധി അംഗങ്ങൾ ഈ വേദിയിലുണ്ട്. അവർക്കെല്ലാവർക്കും സ്കൂളിൻ്റെ പേരിലും എൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.
അതുപോലെ മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലെയാവില്ല. ടോപ്പ് ഇൻ ടൗൺ പാലക്കാട്. സന്ദർശിക്കുക ടോപ്പ് ഇൻ ടൗൺ.